കോഴിക്കോട് മാവൂർ റോഡ് ജംഗ്ഷനിൽ ഭിന്നശേഷിക്കാരന്റെ പണം തട്ടിയെടുത്ത ആളെ ഓട്ടോ ഡ്രൈവർ ഓടിച്ചിട്ട് പിടികൂടി. ചെർപ്പളശ്ശേരി സ്വദേശി സൈതലവിയാണ് നഗരമധ്യത്തിൽ ഭിന്നശേഷിക്കാരന്റെ പണം തട്ടിയത്. പ്രതിയെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജസ്ഥാൻ സ്വദേശിയായ ശിവറാമിന്റെ ഇരുകാലുകളും ട്രെയിൻ അപകടത്തിൽ നഷ്ടപ്പെട്ടതാണ്. അപകട ഇൻഷുറൻസിന്റെ കേസിനായാണ് ശിവറാം കേരളത്തിലെത്തിയത്. കയ്യിൽ കരുതിയ പണം തീർന്നപ്പോഴാണ് നിത്യച്ചെലവിനായി മാവൂർ റോഡ് ജംഗ്ഷനിൽ സഹായം തേടി ഇരിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ കിട്ടിയ തുകയാണ് ചെർപ്പുളശ്ശേരി സ്വദേശി സൈദലവി തട്ടിയെടുത്തോടിയത്. സംഭവം കണ്ട ഓട്ടോ ഡ്രൈവർ നിസാർ ചെലപ്രമാണ് മോഷ്ടാവിനെ ഓടിച്ചിട്ട് പിടികൂടിയത്. മുപ്പരെടുത്ത് കൊണ്ടുവന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം പറഞ്ഞപ്പോൾ ഒന്നിൻ്റെ പൈസ പോയി എന്ന് അറിയുന്നു. അപ്പോൾ ഞാൻ വണ്ടിയുടെ സൈഡാക്കി പിന്നെ വൈത്താൽ ഓടി. അപ്പോൾ എൻ്റെ കൂടെ വേറെ ആൾ പറഞ്ഞു ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കും അപ്പോൾ എന്ത് ചെയ്ത് ഇതിൻ്റെ മേലെ ഇങ്ങോട്ട് ചാടി ഇവനോട് ഞാൻ പിടിച്ച് നെയ്യ് കൊണ്ടേ കൊടുത്ത പൈസ എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്തിൻ്റെ മുഖത്ത് വലിച്ചു തരുന്നത്. റോഡിനോട് ഇങ്ങോട്ട് ഇരിക്കി കൊണ്ടേ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവരെ പിടിച്ച് നേരെ പോലീസിനെ ഏൽപ്പിച്ചു. മോഷ്ടാവിനെ കസബ പോലീസിന് കൈമാറി. യാത്രക്കാരിൽ നിന്ന് സമാഹരിച്ച തുക ഭിന്നശേഷിക്കാരനായ ശിവറാമിനെ കൈമാറി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ GRPF കേസ് ചെയ്യാൻ വന്ന അവനെ പൈസ കിട്ടിയില്ല. നമുക്ക് 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അല്ല അവിടെ താമസക്കാരനില്ല, കോഴിക്കോട് താമസക്കാരനൊന്നുമില്ല. ബസ് സ്റ്റാൻഡിലുള്ള പോയിട്ട് കഴിഞ്ഞു, പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കടുകു. അത്രേ ഉള്ളൂ. ഒരാഴ്ച ആയിട്ടില്ല നമുക്ക് വന്നിട്ട്. 15 വർഷത്തിലേറെ കേരളത്തിൽ നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ശിവറാമിന് 5 കൊല്ലം മുമ്പാണ് ട്രെയിൻ അപകടത്തിൽ 2 കാലുകൾ നഷ്ടമായത്. ക്യാമറ പേഴ്സൺ അതിന്ദർ ജിത്തുവിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 കോഴിക്കോട്.